السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، السلام على عباده الذين اصطفى، وعلى آله وأصحابه أهل الصدق والوفاء، أما بعد. وعن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم: إن العبد إذا لعن شيئا صعدت اللعنة إلى السماء فتغلق أبواب السماء دونها، ثم تهبط إلى الأرض فتغلق أبوابها دونها، ثم تأخذ يمينا وشمالا، فإذا لم تجد مساغا رجعت إلى الذي لعن، فإن كان أهلا لذلك وإلا رجعت إلى قائلها. رواه أبو داود. സഹാബി പ്രമുഖനായ അബൂദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു: ഇന്നൽ അബ്ദ ഇദാ ലഅന ശൈഅൻ സഅദത ലഅനതു ഇല സമാഇ. ഒരു അടിമ, ഒരു മനുഷ്യൻ വല്ല വസ്തുവിനെയും, വല്ല മനുഷ്യരെയോ ജീവജാലങ്ങളെയോ വസ്തുവിനെയോ ശപിച്ചാൽ സഅദത്തുൽ ലഅനതു ഇല സമാഇ, ആ ശാപം അത് ആകാശത്തിലേക്ക് കയറിപ്പോകും. ഫതുഗ്ലഖു അബ്വാബുസ് സമാഇ ദൂനഹ, അതിന്റെ മുന്നിൽ ആകാശത്തിന്റെ വാതായനങ്ങൾ കൊട്ടിയടക്കപ്പെടും. സുമ്മ തഹബിതു ഇലൽ അർളി, പിന്നീട് ആ ശാപവാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങും. ഫതുഗ്ലഖു അബ്വാബുഹാ ദൂനഹ, ഭൂമി അതിന്റെ കവാടവും കൊട്ടിയടക്കും. സുമ്മ തഅഖുദു യമീനൻ വശിമാലൻ, പിന്നീട് ആ ശാപവാക്ക് ഇടത്തോട്ടും വലത്തോട്ടും സഞ്ചരിക്കും. ഫഇദാ ലം തജിദ് മസാഗൻ റജഅത ഇലല്ലദീ ലുഇന, ആ ശാപവാക്ക് അതിന് കടന്നു ചെല്ലാൻ ഒരിടവും ലഭിച്ചിട്ടില്ലെങ്കിൽ ആരെയാണോ ശപിച്ചത് ആ ശപിക്കപ്പെട്ട വ്യക്തിയിലേക്ക് ആ ശാപം എത്തിച്ചേരും, മടങ്ങും. ഫഇൻ കാന അഹ്ലൻ ലിദാലിക, അവൻ ആ ശാപത്തിന് അർഹനാണെങ്കിൽ അവനിലേക്ക് ആ ശാപവാക്ക് വന്നെത്തുകയും അവൻ ശപിക്കപ്പെട്ടവനാവുകയും ചെയ്യും. ഇല്ല, ഇനി അവൻ അതിന് അർഹനല്ലെങ്കിൽ റജഅത്ത് ഇലാ ഖായിലിഹ, ആ ശാപവാക്ക് ആരാണോ ഉച്ചരിക്കുന്നത് അവനിലേക്ക് മടങ്ങും. അതുകൊണ്ട് വിശ്വാസികൾ ഒരിക്കലും ശപിക്കുകയോ മറ്റുള്ളവർക്കെതിരെ ശാപവാക്ക് ചൊരിയുകയോ ചെയ്യരുത്. ഒന്നുകിൽ അത് ശപിക്കപ്പെടുന്നവനിലേക്കെത്തും, അല്ലെങ്കിൽ അവൻ അതിനർഹനല്ലെങ്കിൽ ശപിച്ച വ്യക്തിയിലേക്ക് തന്നെ അത് തിരിച്ചടിക്കും എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. തഖബ്ബലല്ലാഹ്.